നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഒരു ഇതിനു മുമ്പ് 2018 അവിടെ ശബരിമലയിൽ ആചാര ലംഘനം ഒക്കെ നടത്തിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ആചാര ലംഘനം നടത്തിയ ആളുകളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ശുദ്ധ തട്ടിപ്പ് പരിപാടിയാണ്. പിന്നെ വരുന്ന നിയമസഭാ ഇലക്ഷനും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷനിലും ഹിന്ദു വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ കുതന്ത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഈ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത് ഒന്നുകിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരുന്നു അത് ചെയ്യേണ്ടത്. പക്ഷേ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചില ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ഏറ്റവും വലിയൊരു തട്ടിപ്പ് സംഘമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികൾ. ആ ദ്വാരപാലക വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണ്ണ പാളികൾ അവിടെ നിന്ന് ദേവസ്വം കമ്മീഷണർ പോലും അറിയിക്കാതെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും പിന്നീട് അത് വിഷയമായപ്പോൾ ഹൈക്കോടതി അത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞ് അത് ഉരുക്കിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ക്ഷേത്രങ്ങളെയൊക്കെ മുഴുവൻ ഭരിക്കുകയും അതോടൊപ്പം ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എന്ന് മാത്രമല്ല, അയ്യപ്പനോടോ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു ധർമ്മത്തിനോടോ അല്ലെങ്കിൽ ഹിന്ദു ദേവതകളോടോ യാതൊരു ഭക്തിയും ബഹുമാനവും വിശ്വാസവും ഇല്ലാത്ത ആളുകളാണ് ഇന്നിപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു തട്ടിപ്പുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു ഹിന്ദു ധർമ്മ വിരുദ്ധവും സനാതന ധർമ്മ വിരുദ്ധവുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.